Hello guys and welcome back to Best Capex. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് കമ്പനികൾ പുതിയതായിട്ട് ഇന്നോവേഷൻസ് ഒക്കെ ഇന്ത്യയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ചിലവർ കുറഞ്ഞ കോസ്റ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വളരെ മികച്ച വാഹനങ്ങൾ ഇറക്കുന്നു, നമ്മൾ ഞെട്ടിക്കുന്നു. ചില കമ്പനികൾ ഇല്ലാത്ത സെഗ്മെന്റ് ഉണ്ടാക്കി അതിലേക്ക് പുതിയതായിട്ട് വാഹനങ്ങൾ ഇറക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഞെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എന്നെ വീണ്ടും ഞെട്ടിച്ച ഒരു വാഹനമാണിത്. ഇത് കണ്ടാൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഞെട്ടുമായിരിക്കുന്നത്, നിങ്ങൾ ഞെട്ടിയേ പറ്റൂ. എന്തായാലും ഞാനിങ്ങനെ പറയാനുള്ള കാരണം വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളൂ. എന്തായാലും ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ പാർട്ടിലേക്ക് വരാം. ഇതിൻ്റെ ഡിസൈൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ആയിട്ട് പറയാം. കാരണം ഇത് നമ്മളങ്ങനെ അധികം കണ്ട് പരിചയമില്ലാത്തൊരു ഡിസൈൻ ഫിലോസഫിയാണ് ഈ വാഹനത്തിൻ്റെത്. ഇനി ഹെഡ്ലൈറ്റ്സിലേക്ക് വരുമ്പോൾ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് ആണ് ഇതിൽ വരുന്നത്. അതായത് ടോപ്പ് പോർഷനിലായിട്ട് ഈ വാഹനത്തിന് DRLs വരുന്നുണ്ട്. താഴത്തും DRLസിന്റെ ചെറിയൊരു സ്പ്ലിറ്റ് ഏരിയ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഹെഡ് ലാംപ്സിന്റെ സൈഡിലായിട്ടും അത് ഇന്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തായിട്ടാണ് ഈ വാഹനത്തിന്റെ മെയിൻ ഹെഡ് ലാംപ്സിന്റെ ഏരിയ വരുന്നത്. ഹെഡ് ലാംപ്സ് സർപ്രൈസിംഗ്ലി പ്രൊജക്ടേഴ്സ് അല്ല, നോർമൽ ഹാലജൻ ബൾബ്സ് ആണ്. ഈവൻ ഒരു പ്രൊജക്ടർ ഹാലജൻ സെറ്റപ്പ് പോലും ഇതിലില്ല, നോർമൽ ഹാലജൻ ബൾബ്സ് തന്നെയാണ്, യെല്ലോ ലൈറ്റ്സ് തന്നെയാണ്. ഇതാണ് ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞ ആദ്യത്തെ കാര്യം. ഇനി നമുക്ക് ഇതിന്റെ ഗ്രില്ലിലേക്ക് വരാം. കുറച്ചു കാലം മുമ്പായിരുന്നു സിട്രോയിൻ അവരുടെ C5 എയർക്രോസ് എന്ന് പറയുന്ന ഒരു വാഹനം ഇന്ത്യയിൽ ഇറക്കിയത്. അതിനോട് കുറച്ചെങ്കിലും സാമ്യമുള്ളൊരു ഗ്രില്ലാണ് ഈ വാഹനത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. ആക്ച്വലി ഗ്രില്ലിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ DRLസിൻ്റെ പ്ലേസ്മെന്റ് ഒക്കെ അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഗ്രില്ലിൻ്റെ ഡിസൈൻ ആണെങ്കിലും പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അതിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് സെൻട്രൽ ഇവരുടെ ലോഗോ കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം രസമായിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ തൊട്ട് താഴെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു മെയിൻ എയർ ഡാം ഏരിയ എന്ന് പറയാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഒരു ലൈസൻസ് പ്ലേറ്റിൻ്റെ ചുറ്റും ഈ വാഹനത്തിൻ്റെ മെയിൻ എയർ ഡാം ഏരിയാസ് തന്നെയാണ്. അതും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. താഴെ ഫോഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാംപ്സും എന്തായാലും ഹാലജൻ തന്നെയാണ്. വേറെ LED ഫോഗ് ലാംപ്സ് ഒന്നും തന്നെ ഈ വാഹനത്തിൽ അവൈലബിൾ അല്ല. ആൻഡ് ഫോഗ് ലാംപ്സിന്റെ ചുറ്റും അവർ ഓറഞ്ച് ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട് ഒരു കവറിംഗ് ആയിട്ട്. സാധാരണ രീതിയിൽ നമ്മൾ വാഹനങ്ങളിലൊക്കെ തന്നെ ഗ്ലോസ് ബ്ലാക്ക് അല്ലെങ്കിൽ മാറ്റ് ബ്ലാക്ക് കവറിംഗ്സ് ഒക്കെയാണ് കാണാറ്. കൂടുതൽ ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ നമ്മൾ കണ്ടുവരാറുള്ളത് ഗ്ലോസ് ബ്ലാക്ക് എലമെന്റ്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ അവർ ഓറഞ്ച് ഇൻസേർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴത്തായിട്ട് വലിയ സൈസിലുള്ള സ്കിഡ് പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബമ്പർ ആണെങ്കിൽ പോലും ആക്ച്വലി ഡ്യുവൽ ടോൺ ആണ്. കാരണം കുറച്ച് ഭാഗം അവർ മാറ്റ് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്, മറ്റുള്ള ഭാഗമൊക്കെ തന്നെ സിൽവർ ഇൻസേർട്സ് കൊണ്ട് കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് വാഹനത്തിന്റെ ഡിസൈൻ വെൽ പ്ലേസ്ഡ് ആയിട്ടാണ് തോന്നിയത്. കാരണം സംഭവങ്ങളെല്ലാം വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തുണ്ട്. എവിടെയും നമുക്കൊരു മോശമാണ് എന്ന് പറയാൻ തോന്നുന്നില്ല എനിക്ക്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ എന്നെ വീണ്ടും ഞെട്ടിച്ചൊരു കാര്യം ഈ വാഹനത്തിന്റെ ടയേഴ്സ് ആണ്. ടയേഴ്സ് ആക്ച്വലി ഇത് കാണുമ്പോൾ എനിക്ക് 15 ഇഞ്ച് പോലെയാണ് തോന്നുന്നത്. ആൻഡ് ഇത് സത്യം പറയാലോ ഇത് വീൽ ക്യാപ്സ് ആയിട്ടാണ് തോന്നുന്നത്, അലോയ്സ് ആയിട്ട് തോന്നുന്നില്ല. അതായത് ഇപ്പോൾ പുതിയ ചില വാഹനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, സ്റ്റൈൽഡ് സ്റ്റീൽ വീൽസ് അല്ലെങ്കിൽ സ്റ്റൈൽഡ് വീൽ ക്യാപ്സ് അല്ലെങ്കിൽ ഹൈപ്പർ വീൽസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. അതുപോലെയാണ് എനിക്ക് ഇതിൻ്റെ ഈ ഒരു വീൽസ് കണ്ടിട്ട് തോന്നിയത്. അലോയ് ആണെങ്കിൽ ഭാഗ്യം, എന്തായാലും അത്ര വലിയ സൈസിലുള്ള ഒരു അലോയ് ഒന്നും ആയിരിക്കില്ല. ആണെങ്കിൽ തന്നെ അഥവാ ആണെങ്കിൽ ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു 15 ഇഞ്ച് ഒരു സ്റ്റീൽ വീൽസ് ആണ് ഇത് എന്ന്. അതായത് ഇവിടെയും അവർ നല്ലോണം തന്നെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. അലോയ് പോലും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അത് പോട്ടെ. അലോയ് പിന്നെ നമ്മൾ അധികം യൂസ് ചെയ്യാത്തൊരു ഫീച്ചറാണ്. ജസ്റ്റ് ഒരു വാഹനത്തിന് ലുക്ക് ഇൻക്രീസ് ചെയ്യുന്ന പോലുള്ളൊരു ഫീച്ചറാണത്. അതുകൊണ്ട് അത് ശരി, ഓക്കെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അലോയ്സ് വേണ്ട. ഇനി മറ്റെന്തൊക്കെയാണ് ഇല്ലാത്തത്? ടോപ്പിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിന് ORVMs ആണ് വരുന്നത്. ORVMs എന്ന് പറയുമ്പോൾ അതിൽ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല, അത് ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വരുന്നത്. ടോപ്പിൽ ഈ വാഹനത്തിന്റെ റൂഫിന്റെ കളറും താഴ്ഭാഗത്തായിട്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൽ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലാത്തത്? സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് LED എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇതിൽ അത് തന്നെ വരുന്നില്ല. അതൊരു മേജർ ഡ്രോബാക്ക് ആണ്. കാരണം ഫ്രണ്ട് ഫെൻഡറിലാണ് ഈ വാഹനത്തിന്റെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ വാഹനത്തിന്റെ A, B, C തുടങ്ങിയ പില്ലേഴ്സ് എല്ലാം തന്നെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ബോഡി കളർഡ് അല്ല, ഗ്ലോസ് ബ്ലാക്കും അല്ല, ജസ്റ്റ് സിമ്പിൾ മാറ്റ് ബ്ലാക്ക് ആണ്. ടോപ്പിലാണെങ്കിലും റൂഫ് റെയിൽസ് വരുന്നുണ്ട്, അതും മാറ്റ് ബ്ലാക്ക് തന്നെയാണ്, ഗ്ലോസ് ബ്ലാക്ക് ഒന്നും അല്ല. ഒരു നോർമൽ റബ്ബറൈസ്ഡ് ആന്റിനെയാണ് ഈ വാഹനത്തിന്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഷാർക്ക് ഫിൻ ആന്റിനെയും ഇതിൽ വരുന്നില്ല. ഇതിന്റെ ഡോർ ഹാൻഡിൽസിന്റെ ഡിസൈൻ ആണെങ്കിൽ പോലും കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ പോലെ എനിക്ക് തോന്നി. എനിക്കിത് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് തോന്നിയത് നമ്മുടെ കുറച്ചു കാലം മുമ്പുണ്ടായിരുന്ന മാരുതി വാഹനങ്ങളിലൊക്കെ ഈ ഒരു ഡോർ ഹാൻഡിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് ജൻ ഓൾട്ടോ ഇറങ്ങിയപ്പോഴും ഇപ്പോഴും ഓൾട്ടോ LED ഡോർ ഹാൻഡിൽസ് ആണ്. അങ്ങനെ പല പല വാഹനങ്ങളിലും ഈ ഒരു പണ്ടത്തെ ടൈപ്പിലുള്ള ഡോർ ഹാൻഡിൽസ് ഉണ്ടല്ലോ, അങ്ങനത്തെയാണ് എനിക്ക് തോന്നിയത് ഇതിൽ. ഇനി താഴേക്ക് വരികയാണെങ്കിൽ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള വീൽ ആർച്ചസ് തന്നെയാണ്. ആൻഡ് ഇതിന്റെ താഴത്ത് വലിയ സൈസിലുള്ള സൈഡ് ബോഡി ക്ലാഡിങ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സിട്രോയിന്റെ ചില ഒരു കീ ഡിസൈൻ എലമെന്റ്സ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഇൻസേർട്സും കൊടുത്തിട്ടുണ്ട്. ഇതോടുകൂടി പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ഈ വാഹനത്തിന്റെ സൈഡ് ലുക്സ് കൈൻഡ് ഓഫ് ആവറേജ് ആണെന്നാണ്. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഈ വാഹനത്തിന്റെ സൈഡിലില്ല, ജസ്റ്റ് ബേസിക് അല്ലെങ്കിൽ ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ഉള്ളത്. ഇനി അടുത്തത് ഇതിന്റെ റിയർ ലുക്സ്. റിയറിലാണ് എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ച ഒരു സംഭവം ഉള്ളത്. ഞാൻ ഏറ്റവും അധികം ഞെട്ടിയത് കണ്ടിട്ട് തന്നെയാണ്. ഈ വാഹനത്തിന്റെ റിയർ വിൻഷീൽഡിൽ റിയർ വൈപ്പർ ഇല്ല, റിയർ വാഷർ ഇല്ല, റിയർ ഡീഫോഗർ ഇല്ല, ഒന്നുമില്ല. ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇക്കാലത്ത് 5.5 ലക്ഷം രൂപ ബേസ് മോഡൽ വിലയുള്ള മാഗ്നൈറ്റിൽ വരെ റിയർ വൈപ്പറുണ്ട്, വാഷറുണ്ട്, ഡീഫോഗറുണ്ട്. അപ്പോഴാണ് ഇവർ പുറകിൽ ടോപ്പ് മോഡലിൽ പോലും വൈപ്പറില്ല, വാഷറില്ല, സംഭവങ്ങളൊന്നും ഇല്ലാതെ ഇറക്കിയിരിക്കുന്നത്. ഇത് എനിക്കൊരു സെൻസിബിൾ ആയിട്ടുള്ളൊരു തീരുമാനമായിട്ട് തോന്നുന്നില്ല. കാരണം പുറകിൽ വൈപ്പറൊക്കെ ഈ ലോങ് ട്രിപ്സ് ഒക്കെ പോകുന്നവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറാണ്. കാരണം നിങ്ങളിപ്പോൾ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് ഓടി കഴിയുമ്പോൾ പുറകിലത്തെ വിൻഷീൽഡിൽ തീർച്ചയായും ചെളി വന്ന് അടിഞ്ഞു കൂടും. അപ്പോൾ അതെന്തായാലും ഒന്ന് വാഷർ ഓണാക്കി വൈപ്പ് ചെയ്ത് കളഞ്ഞാലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തിനോട് ഞാൻ എന്തായാലും തീർച്ചയായും യോജിക്കുന്നില്ല. ഇവർ വേറെ
എന്തൊക്കെ കോസ്റ്റ് കട്ട് ചെയ്താലും ഇത് ചെയ്യണ്ടായിരുന്നു. എന്തായാലും റിയർ ഡിസൈൻ ആക്ച്വലി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഡിസൈൻ വൈസ് കുഴപ്പമൊന്നുമില്ല, ഈ ഒറ്റൊരു കോസ്റ്റ് കട്ടിങ് മാത്രമേ ഉള്ളൂ. ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ തന്നെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ ആക്ച്വലി എനിക്ക് വെന്യൂവിൽ നിന്ന് കുറച്ചധികം ഇൻസ്പയർഡ് ആയതുപോലെ ഉണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. ഏകദേശം അതുപോലൊക്കെ തന്നെ ഉണ്ട്. ഒരു കൈൻഡ് ഓഫ് ഒരു സ്ക്വയർ റെക്ടാങ്കുലർ ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് ഇതിൻ്റെ. ആൻഡ് ഇതിൽ LEDs ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല, നോർമൽ ഹാലജൻ ബൾബ്സ് ആണ് ഈ വാഹനത്തിൻ്റെ ടെയിൽ ലാംപ്സിലും ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും അവർ നല്ല രീതിയിൽ തന്നെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബമ്പറിലേക്ക് വരികയാണെങ്കിൽ നോക്കാം അവിടെ എന്തൊക്കെയാണ് കോസ്റ്റ് കട്ടിങ്ങുകൾ നോക്കാം. എന്തായാലും ബമ്പർ ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് ഉണ്ട്, 2 റിഫ്ലക്ടേഴ്സ് പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഭാഗ്യം, അവിടെ പ്രത്യേകിച്ച് കോസ്റ്റ് കട്ടിംഗ് ഒന്നും ഇല്ല. ഈ വാഹനത്തിൽ ഞാൻ റിയർ പാർക്കിംഗ് ക്യാമറ സ്പോട്ട് ചെയ്തിട്ടില്ല. അതൊരു പക്ഷേ ഇല്ലായിരിക്കാം, ഉണ്ടാവുമായിരിക്കാം. അതിലൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും അത് വളരെയധികം നെസസറി ആയിട്ടുള്ള ഫീച്ചറാണ്. ചെറിയ എൻട്രി ലെവൽ ഹാഷ് ബാഗ്സ് ആയ ക്വിഡിലും റെഡിഗോയിലും വരെ റിയർ പാർക്കിംഗ് ക്യാമറ ഉള്ള കാലമാണിത്. എന്തായാലും ഡ്യുവൽ ടോൺ ബമ്പേഴ്സിന്റെ ഡിസൈൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഈ വാഹനത്തിന്റെ ഡിസൈനിൽ ഫ്രണ്ടും റിയറും വലിയ തിരക്കേടില്ല. ആക്ച്വലി ഫ്രണ്ട് കുഴപ്പമൊന്നുമില്ല. സൈഡിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിരുന്നെങ്കിൽ ഈവൻ ബെറ്റർ ആക്കാമായിരുന്നു. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ ഡിസൈൻ്റെ കാര്യത്തിൽ പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഈ വാഹനത്തിന് ഇന്റീരിയേഴ്സിലേക്ക് വരാം. ഇനി ഇവിടെയാണ് അടുത്ത കോസ്റ്റ് കട്ടിങ്സ് എല്ലാം നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്റീരിയേഴ്സിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീൽ നോക്കാം. സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുമ്പോൾ Citroen C5 എയർക്രോസിൽ നമ്മൾ കണ്ട ഏകദേശം അതേ ഡിസൈൻ ഉള്ളൊരു സ്റ്റിയറിംഗ് വീൽ ആണ് എങ്കിൽ പോലും ഇതിൽ ക്രൂസ് കൺട്രോൾ ഇല്ല. സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് മാത്രമേ ഉള്ളൂ. സ്റ്റിയറിംഗിന്റെ ഡിസൈൻ മാത്രമേ ആക്ച്വലി സിമിലർ ഉള്ളൂ. വേറെ ഒരുപാട് കൺട്രോൾസ് ഇതിൽ മിസ്സിംഗ് ആണ്. ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മിക്കവാറും നോർമൽ ഒരു ഡിജിറ്റൽ അല്ലാത്ത, അതായത് സെമി ഡിജിറ്റൽ യൂണിറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ചിലപ്പോൾ ചെറിയൊരു MID ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിന്റെ ഇൻഫോടൈം സിസ്റ്റം ആണെങ്കിൽ പോലും അത്ര വലിയ സൈസിലുള്ള ഒരു ഇൻഫോടൈം സിസ്റ്റം അല്ല. പക്ഷേ നമ്മളിപ്പോൾ ടാറ്റ പഞ്ചിലും അതുപോലെ നെക്സോണിലും എൽട്രോസിലും ഒക്കെ കാണുന്നത് പോലെയുള്ള കുറച്ചൊരു ഹെഡ്സപ്പ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ പ്ലേസ്മെന്റ് വന്നിരിക്കുന്നത്. ഇതിന്റെ സൈസും ഇതുവരെ അവരെവിടെയും റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ കണ്ടിട്ട് ഏകദേശം 7 to 8 ഇഞ്ചസിന്റെ ഇൻഫോടൈം സിസ്റ്റം ആയിരിക്കും എന്നാണ് തോന്നുന്നത്. മിക്കവാറും 8 ഇഞ്ചസിന്റെ ഇൻഫോടൈം സിസ്റ്റം ആവാനാണ് സാധ്യത. അതിന്റെ താഴെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഈ വാഹനത്തിന്റെ AC വെന്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും ഒരു കൈൻഡ് ഓഫ് റെക്ടാങ്കുലർ ഡിസൈനിലാണ് വരുന്നത്. ഈ വാഹനത്തിന്റെ ഒരു ക്ലെവർ ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ അവർ ഇൻബിൽട്ട് ആയിട്ട് കൊടുക്കുന്ന മൊബൈൽ ഹോൾഡർ ആണ്. ശരിക്കും നമ്മളൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പുറത്ത് പോയൊക്കെ മൊബൈൽ ഹോൾഡേഴ്സ് ഒക്കെ വാങ്ങാറുണ്ട്. പക്ഷേ അത് നമ്മുടെ കാറിൽ പ്രോപ്പറായിട്ട് അങ്ങനെ സ്ലോട്ടായിട്ട് ഇരിക്കാറുമില്ല. പിന്നെ ഇപ്പോൾ മാഗ്നറ്റിക് മൊബൈൽ ഹോൾഡേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് വലിയ കുഴപ്പമില്ല. പക്ഷേ അല്ലാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കൊരു കുറച്ച് ഡിസ്റ്റർബൻസ് ആണ്, കാരണം വിൻഷീൽഡിലൊക്കെ വെക്കുമ്പോൾ. പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നമില്ല, കാരണം ഇവർ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഈ വാഹനത്തിൽ മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരുപാട് കോസ്റ്റ് കട്ടിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വാഹനത്തിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് വരുന്നില്ല, നോർമൽ മാനുവൽ AC ആണ് വരുന്നത്. ഇതാണ് ഇതിൽ എനിക്ക് തോന്നിയ അടുത്തൊരു മേജർ കോസ്റ്റ് കട്ടിങ്. കാരണം ഈവൻ ഇതിലും ചെറിയ വാഹനങ്ങളായ ടിയാഗോയിൽ വരെ ഓട്ടോ AC ഒക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ വാഹനത്തിൽ ഓട്ടോ AC അവൈലബിൾ അല്ല. പിന്നെ ഇവിടെ വേറൊരു ക്ലെവർ ആയിട്ടുള്ള ഫീച്ചറായിട്ട് തോന്നിയത്, സാധാരണഗതിയിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് വയറൊക്കെ അവിടെ എവിടെയൊക്കെ, അതായത് ആ കണക്റ്റിംഗ് കേബിളിങ്ങിന് അവിടെ എവിടെയൊക്കെ കിടക്കായിരിക്കും. പക്ഷേ ഇതിൽ ആ AC വെൻസിന് സറൗണ്ട് ആയിട്ട് കൃത്യമായിട്ട് അവരത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വയർ അവിടെ ഇവിടെയും ചാടി കിടന്ന് നമ്മളതിൽ ചവിട്ടുമെന്ന് അല്ലെങ്കിൽ നമ്മളത് കാണാണ്ട് പോകുമെന്നുള്ളൊരു പ്രശ്നമില്ല. AC കൺട്രോൾസിന് താഴത്തായിട്ട് 2 ചാർജിങ് സോക്കറ്റ്സ് വരുന്നുണ്ട്. മിക്കവാറും അതിൽ ഒരെണ്ണം 12 വോട്ട് സോക്കറ്റും ഒരെണ്ണം ഒരു USB പോർട്ടും ആവാനാണ് സാധ്യത. അതിന്റെ സെൻട്രലായിട്ടാണ് ഹസാർഡ് ലൈറ്റ്സിന്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ സ്റ്റോറേജ് ഏരിയാസ് ആണ് ഗിയർ ലിവറിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് വരുന്നത്. വേണമെങ്കിൽ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവിടെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കപ്പ് ഹോൾഡേഴ്സും അതിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഗിയർ ലിവറിന്റെ ഡിസൈൻ വളരെ സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു സിൽവർ എലമെന്റ്സോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കുന്ന രീതിയിലുള്ള ഒന്നുമില്ല. ഇനി ഓവറോൾ ഈ വാഹനത്തിന്റെ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. കാരണം ഒരു ഹണികോം ട്രീറ്റ്മെന്റിൽ അവർ ചെയ്തിരിക്കുന്നത് ഓറഞ്ച് കളറാണ്. കാരണം ഈ വാഹനത്തിന്റെ റൂഫ് ഓറഞ്ച് ആണ്, ഇന്റീരിയേഴ്സും ഇതിന്റെ ഡ്യുവൽ ടോൺ ഓറഞ്ച് ഫിനിഷിലാണ് വരുന്നത്. ബ്ലാക്ക് വിത്ത് ഓറഞ്ച് ആണ് ഇതിന്റെ ഒരു ഇന്റീരിയർ കളർ തീം ഈ വാഹനത്തിൽ വരുന്നത്. എനിക്ക് തോന്നുന്നത് കസ്റ്റമൈസബിൾ ആയിരിക്കുമെന്ന്. കാരണം ചിലപ്പോൾ ഡ്യുവൽ ടോൺ അല്ലെങ്കിൽ ആ ഒരു റൂഫിന്റെ കളർ വെച്ച് ഇന്റീരിയർ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കളർ ഓപ്ഷൻസും ഇന്റീരിയറിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും ഇന്റീരിയറിൽ ഓറഞ്ച് ആക്സൻസ് വരുന്ന അത്ര ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇന്റീരിയർ ഡിസൈൻ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഫീച്ചേഴ്സിൽ ഇവരെങ്ങനെ ഒരുപാട് കോസ്റ്റ് കട്ടിങ് നടത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ എന്തായാലും സൈഡിൽ 2 ട്വിറ്റേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അത് മിക്കവാറും ഇതിന്റെ 6 സ്പീക്കർ മ്യൂസിക് സിസ്റ്റത്തിന്റെ ആയിരിക്കും. 4 സ്പീക്കേഴ്സും 2 ട്വിറ്റേഴ്സും ആയിരിക്കാം മേ ബി ഇതിലവർ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇവർ കാണിച്ച ഫോട്ടോസിലൊന്നും ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനോ ഫോൾഡ് ചെയ്യാനുള്ള കൺട്രോൾസ് ഒന്നും കണ്ടിട്ടില്ല. അത് ഡോർ പാഡ്സ് കാണിക്കാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും ഫോൾഡും ചെയ്യാനുള്ള ഓപ്ഷനെങ്കിലും ഇവർ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴത്തെ ടിയാഗോയിലും മറ്റുള്ള ചെറിയ വാഹനങ്ങളിലും തന്നെ വെൽക്കം ഫംഗ്ഷൻ വരെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫീച്ചർ അവർ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ മിക്കവാറും വളരെ വലിയൊരു കോസ്റ്റ് കട്ടിംഗ് ലെവലിലേക്കായിരിക്കും ഈ വാഹനം പോകാൻ പോകുന്നത്. ഇനി അടുത്തതായി നിങ്ങൾ ഈ വാഹനത്തിന് സൺറൂഫ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ
റിയർ വൈപ്പർ തന്നെ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഗൈസ് സൺ റൂഫ് വരുന്നത്? സൺ റൂഫ് ഈ വാഹനത്തിലില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള റൂഫാണ്. പക്ഷേ റൂഫിൽ കുറച്ച് ഡിസൈനർ എലമെന്റ്സ് ഇവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഞ്ചിൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ച് പറയാം, ഈ വാഹനത്തിൽ വരാൻ പോകുന്ന ഒരു 1.2 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. ഒരു പക്ഷേ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും വന്നേക്കാം, അതിനെപ്പറ്റി കൺഫർമേഷൻസ് ഇല്ല. പക്ഷേ എന്തായാലും 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും വരാൻ പോകുന്നത്. കൂടുതലും ടെർബോ എഞ്ചിനിൽ തന്നെ വരാനാണ് സാധ്യതയുള്ളത്. ആൻഡ് ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൽ ഫ്ലെക്സ് ഫ്യൂൽ ടെക്നോളജി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ഫ്ലെക്സ് ഫ്യൂൽ ടെക്നോളജി ഉപയോഗിക്കുന്ന വാഹനമാണിത്. ഫ്ലെക്സ് ഫ്യൂൽ എന്ന് പറയുന്നത് എന്തോ ഒരു കൈൻഡ് ഓഫ് ഒരു ആർട്ടിഫിഷ്യൽ ഫ്യൂൽ ടെക്നോളജിയാണ്. അതായത് ആ ഫ്യൂൽ ഉണ്ടാക്കുന്നത് ഗ്യാസലീൻ, എഥനോൾ അല്ലെങ്കിൽ മെഥനോളിൻ്റെ ഒരു കോമ്പിനേഷനിലാണ്. ഫ്ലെക്സ് ഫ്യൂലിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അതിനെപ്പറ്റി കിട്ടും. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് സിട്രൺ പറഞ്ഞിരിക്കുന്നത് 2022 ഫസ്റ്റ് ഹാഫിൽ ഇറക്കും എന്നാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ലോഞ്ച്, ഇതിന് അൺവീലിംഗ് ഇപ്പോൾ കഴിഞ്ഞു. പക്ഷേ ആക്ച്വലി ഒരുപാട് ടൈം ഇവർ ലോഞ്ചിന് എടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏകദേശം 6 മുതൽ 8 മാസം വരെ ഇപ്പോൾ തന്നെ കഴിയും. കാരണം അടുത്ത വർഷം ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചധികം സമയമായി പോയി. എൻ്റെ ഒരു ഊഹം വെച്ചതിൻ്റെ ലോഞ്ച് ഡേറ്റ് പറയുകയാണെങ്കിൽ അവർ ഏപ്രിലാണ് സിട്രോയിൻ C5 എയർക്രോസ് അവതരിപ്പിച്ചത്, 2021 ഏപ്രിൽ. ഈ വാഹനത്തിൻ്റെ ലോഞ്ച് മിക്കവാറും ഒരു വർഷത്തെ ടൈം ഗ്യാപ്പിന് ശേഷം ഇറക്കാനായിരിക്കാം മിക്കവാറും അവരുടെ പദ്ധതി. അറിയില്ല, ജസ്റ്റ് ഗസ് ചെയ്തതാണ്. മിക്കവാറും അത് തന്നെ ആയിരിക്കാം. കാരണം സിട്രോയിൻ പറയുന്നത് ഇനി വരുന്ന വർഷങ്ങളിൽ ഏകദേശം 4 പ്രൊഡക്ട്സോളം അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് സിട്രോയിൻ്റെ C3. ആൻഡ് ഇനിയും ഒരുപാട് വാഹനങ്ങൾ വരാനുണ്ട്. ഈ വാഹനം ആക്ച്വലി ബ്രസീലിനും ഇന്ത്യ പോലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഗ്ലോബൽ സിട്രോയിൻ C3 വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, സിട്രോയിൻ C3 ഗ്ലോബൽ ലെവൽ മോഡൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഫൈനലായിട്ട് എനിക്ക് പറയേണ്ടത്, നല്ലൊരു പ്രൈസ് പോയിന്റിൽ വരികയാണെങ്കിൽ ഈ വാഹനം ഒരു ബെറ്റർ ഓപ്ഷൻ ആവും എന്നല്ലാതെ ഇവർ കുറച്ചൊരു പ്രീമിയം ലെവലിൽ ഇതിനെ കൊണ്ട് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് വേറൊരു ഗുണവും ഇല്ലാത്തൊരു വാഹനമായിട്ട് പറയേണ്ടി വരും ചിലപ്പോൾ. കാരണം ഇതിൽ ഫീച്ചേഴ്സ് കുറവാണ്. സ്പേസ് നമുക്ക് നോക്കാം, കാരണം സ്പേസിനെ പറ്റിയുള്ള ഓപ്ഷൻസ് ഒന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. ആൻഡ് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിൽ പോലും 1.2 പെട്രോൾ ആണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതിനെപ്പറ്റിയും വലിയൊരു ക്ലാരിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഒരു ആപ്റ്റ് പ്രൈസ് ആയിട്ട് ശരിക്കും എനിക്ക് പറയാനുള്ളത് സ്റ്റാർട്ടിംഗ് പ്രൈസ് 5.9 to 6.5 ആണ്. അതിലും കൂടുതൽ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരികയാണെങ്കിൽ കൈൻഡ് ഓഫ് ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയേണ്ടി വരും. മാക്സിമം 6.5 to 7. അപ്പോൾ തന്നെ ഇത് കൈൻഡ് ഓഫ് ഓവർ പ്രൈസ്ഡ് ആയതുപോലെയൊക്കെ തന്നെ ആവും. പിന്നെ ഇവർക്ക് എന്തായാലും ഒരു ഗുണമുണ്ട്, ടോപ്പ് മോഡലും അധികം ഫീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഫീച്ചേഴ്സ് എടുത്ത് മാറ്റിയാൽ മതി. അതായത് ആ ടച്ച് സ്ക്രീനും പിന്നെ ആ സ്റ്റൈൽഡ് റിംസും പിന്നെ ഫ്രണ്ടിലും പുറകിലുള്ള സ്കിഡ് പ്ലേറ്റ്സും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് മാറ്റിയാൽ തന്നെ ബേസ് മോഡൽ ആയതുകൊണ്ട് വലിയൊരു പ്രൈസ് ഡിഫറൻസ് ബേസും ടോപ്പും തമ്മിലൊന്നും വരാൻ സാധ്യതയില്ല. ഒരു മാക്സിമം ഒരു 2 to 2.5, അതിന് മുകളിൽ വരേണ്ട കാര്യമില്ല ശരിക്കും. ഇവിടെ എന്തായാലും ഒരു ഗുണമുള്ളത്, സിട്രോയിൻ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യ പ്രൊഡക്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസും കുറവായിരിക്കും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. C5 എയർക്രോസിൻ്റെ പ്രൈസ് 30 ലക്ഷം രൂപ എക്സ്ഷോറൂം ഒക്കെ വന്നത് ഒരു CBU പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്. അത് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആണ്. അത് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും വില വന്നത്. ഇന്ത്യയുടെ ടാക്സസ് സിസ്റ്റം ഒക്കെ കാരണമാണ് അത്രയും വില ആ വാഹനത്തിന് വന്നത്. എന്തായാലും ഈ വാഹനത്തിന് അത്രയധികം വില വരില്ല, കാരണം ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്ന ഒരു വാഹനമായിരിക്കും ഇത്. CBU അല്ലെങ്കിൽ CKD ഒന്നും ആയിരിക്കില്ല. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ആക്ച്വലി പറയാനുണ്ട്. കാരണം സിട്രോയിൻ ഈ വാഹനം ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്ന അവരിത് മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോപ്പർ കോമ്പാക്ട് SUV ആയിട്ടായിരിക്കില്ല, ഒരു പ്രീമിയം ഹാഷ് ബാക്ക് ആയിട്ട് തന്നെയാണ് എന്നാണ്. അതാണ് അവർ നിലവിൽ പറയുന്നത്. എനിക്കും തോന്നുന്നു അങ്ങനെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. കാരണം ഒരു പ്രീമിയം ഹാഷ് ബാക്കിൻ്റെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഈ ഒരു വാഹനത്തിനുള്ളൂ. പിന്നെ എന്തായാലും സിട്രോയിൻ വാഹനങ്ങളുടെ കംഫർട്ട് എന്തായാലും ലോകോത്തര നിലവാരമുള്ളതായതുകൊണ്ട് ഇതിൻ്റെയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എനിവേ ഗൈസ്, ഈ വീഡിയോ കുറച്ചധികം ലെങ്തി ആയി പോയി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.